സഭയുടെ ജനക്ഷേമ പദ്ധതികൾ തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങളല്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവിഷ്കരിച്ച കുടുംബക്ഷേമ പദ്ധതികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ആസൂത്രിതമായ സഭാവിരുദ്ധ അജണ്ടകളോടെ കത്തോലിക്ക സഭയ്ക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ടും തയ്യാറാക്കിയ വീഡിയോ സന്ദേശത്തിലാണ് ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞത്. പാലാ രൂപത തയ്യാറാക്കിയിരിക്കുന്ന കുടുംബക്ഷേമ പദ്ധതികളിൽ സഭയുടെ മനസ്സാണ് പ്രതിഫലിക്കുന്നത്. കത്തോലിക്ക സഭ ജീവന് വലിയ പ്രാധാന്യം നൽകുന്നു. ഭ്രൂണഹത്യ കൊലപാതകമാണെന്നും ജീവൻ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും എല്ലാവർക്കും കടമയുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നുവെന്നും ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ പറയുന്നു. സഭയുടെ ജനക്ഷേമ പദ്ധതികൾ തീരുമാനിക്കേണ്ടത് മാധ്യമങ്ങളോ നിക്ഷിപ്ത താൽപര്യക്കാരോ അല്ല, വിശ്വാസികളും സഭാ നേതൃത്വവുമാണ്. വിശ്വാസ സമൂഹം ഇത് മനസ്സിലാക്കുന്നു. അതിനാൽ സഭയ്ക്കെതിരെയുള്ള നിഗൂഢ അജണ്ടകൾ വിലപ്പോകില്ല. സഭയുടെ നിലപാട് സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റേതുമാണെന്നും ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. സഭയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ നിർണയിക്കേണ്ടതും തീരുമാനം കൽപ്പിക്കേണ്ടതും നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങളോ മാധ്യമ രാജാക്കന്മാരോ അല്ല, സഭയുടെ വിശ്വാസ സമൂഹവും സഭാ നേതൃത്വവുമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലപാടുകൾ എല്ലാ മതസ്ഥർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണല്ലോ. കേരളത്തിലുള്ള കത്തോലിക്ക രൂപതകൾ ഓരോ കൊല്ലവും കോടിക്കണക്കിന് രൂപയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് എല്ലാ മതവിഭാഗത്തിനും ഉൾപ്പെട്ട മനുഷ്യർക്കായി ചെയ്യുന്നതെന്നും ഇതൊന്നും സഭ പരസ്യമാക്കാറില്ലെന്നും ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്ന സുവിശേഷ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെ പ്രവർത്തനങ്ങളെന്നും വീഡിയോ സന്ദേശത്തിൽ മാർ ജോസ് പുളിക്കൽ പറയുന്നു. കേരള ക്രൈസ്തവ സമൂഹത്തെ പാർസി സിൻഡ്രം ബാധിക്കാതിരിക്കാനായി പാലാ രൂപത ആവിഷ്കരിച്ച പദ്ധതികൾ കേരളത്തിലെ എല്ലാ രൂപതകളും ചെയ്യുന്നുണ്ട്. കുടുംബക്ഷേമ പദ്ധതികളുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി രൂപത ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മാർ ജോസ് പുളിക്കൽ വ്യക്തമാക്കി. ഷക്കീന ന്യൂസ്, കോട്ടയം.